ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നടാൻ പോവാ കേട്ടോ. എന്താണ് നടാൻ പോകുന്നതല്ലേ? ഇതെന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. തൊപ്പക്കിഴങ്ങ് അതിന് പറയാ. വെറും കിഴങ്ങ് ഞങ്ങളെ നാട്ടിലൊക്കെ പറയാ. പക്ഷെ ഇത് കപ്പ, മധുരക്കിഴങ്ങ് ഒക്കെ പുഴുങ്ങി തിന്നില്ലേ, അതുപോലെ ഈ തൊപ്പക്കിഴങ്ങ് പുഴുങ്ങി തിന്നുന്ന ഭയങ്കര ടേസ്റ്റാ. ചായക്കൊക്കെ ഞാൻ ചെറുപ്പത്തിൽ ഇത് കുറെ കഴിച്ചതാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് കൃഷി ചെയ്യാം. ഇത് ഈ വിത്ത് എനിക്ക് കിട്ടിയതിന് ശേഷം ഞാൻ ചെറിയ പോട്ടിൽ മുളപ്പിച്ചെടുത്തതാ. ഇനി ഞാനിത് നിലത്ത് നടാൻ പോവുക. നീളം കൂടിപ്പോയി, മുളച്ചതങ്ങ് കൂടി, സമയം തെറ്റിപ്പോയി. 6 എണ്ണം ഉണ്ട്, പക്ഷെ 2 എണ്ണാണ് ഇത്രയും നീളത്തിൽ മുളച്ചത്. ഇത് 2 ഞാൻ നട്ട് വരട്ടെ, എന്നാലും നടന്ന് നിങ്ങളെ കാണിച്ചു തരാനോ എന്നാ വരും. ഇത് എടുത്ത് നോക്കുമ്പോ ഭയങ്കര വെയിറ്റ്. അപ്പൊ ഞാൻ വിചാരിച്ചു പോട്ടിന്ന് അങ്ങ് മാറ്റട്ടെ, എന്നിട്ട് അങ്ങ് കണ്ടി കൊണ്ടുപോവാന്ന്. പോട്ടിന്ന് മാറ്റി നോക്കുമ്പോ ഇതിന്റെ വേര് നോക്ക്, വേരുണ്ടായത് എത്രയാ. കുറച്ച് മണ്ണങ്ങ് നീക്കം ചെയ്തിട്ട് ഞാൻ കൊണ്ടുപോവാ. ഭയങ്കര വെയിറ്റ്. ഇവിടെയാണ് നടാൻ പോകുന്നത്. അവിടെ കുറച്ച് ഒഴിഞ്ഞ സ്ഥലാ. കുറച്ച് കഴിഞ്ഞാൽ അവിടെ വെയിൽ എത്തിക്കോളൂ. ഇവിടെയാണ് 2 എണ്ണം മാത്രമേ നടുന്നുള്ളൂ. ബാക്കിയുള്ള പിന്നെ കുറച്ചും കൂടി മുളച്ച ആളാവട്ടെ. ഇപ്പം 2 എണ്ണാണല്ലോ ഉഷാറിൽ മുളച്ചത്. ഇപ്പം അവിടെ മണ്ണൊരുക്കട്ടെ, കുഴി കുഴിക്കട്ടെ. ഇതാ കുഴി കുഴിച്ച് 2 എണ്ണം. ഇനി ഈ കുഴിയിലേക്ക് ഞാൻ ചപ്പി ചവറ് എല്ലാം വലിച്ചിടട്ടെ, വലിച്ചങ്ങ് നറക്കട്ടെ. എവിടെയും വൃത്തിയായിക്കോളൂ, നമുക്ക് മണ്ണ് ആയിക്കോളൂ, നല്ല വളവും. അപ്പം ഞാൻ ഈ കുഴി നറക്കട്ടെ. ഓരോന്ന് വലിച്ചിട്ടിട്ട് ഇവിടെ ഇതാ നിറച്ചും സാധനങ്ങളാ. ഇതൊക്കെ അങ്ങ് കത്തിക്കാം. ബാക്കിയുള്ളതൊക്കെ എടുത്ത് വലിച്ചതിലങ്ങ് ഇട്ടാൽ മതി. പ്ലാസ്റ്റിക്കും കുപ്പിച്ചില്ലും എല്ലാത്തൊക്കെ അങ്ങ് മണ്ണായി മാറുമല്ലോ, വാളായി മാറുമല്ലോ. എന്നാൽ അങ്ങനെ ചെയ്യട്ടെ. ഇതാ കുഴി കുഴിച്ച് 2ലും ചപ്പിട്ട് കുറേ വാഴൻ്റെ വേസ്റ്റ് അതൊക്കെ അങ്ങ് ഇട്ടതാ 2ലും. ഇനി കുറച്ച് മണ്ണിട്ടിട്ട് ഞാൻ തൊപ്പക്കിഴങ്ങ് ഇതിൽ ഇറക്കി വെക്കും. എന്നിട്ട് അങ്ങ് മണ്ണിട്ട് മൂടും. നല്ല മണ്ണ അവിടെ, നല്ല കളറ വളക്കൂറുള്ള മണ്ണ. ഇതാ തൊപ്പക്കിഴങ്ങ് വെക്കാൻ വേണ്ടി ആ ചപ്പിൻ്റെ മേലെ കുറച്ച് മണ്ണിട്ട് ഇതാ ഇവിടെ ഇനി വെക്കാൻ പോവുക. വെക്കുക, കുറച്ച് അങ്ങോട്ട് നീക്കി. നിറച്ച് വേര് വന്ന് ഇതാ വലിപ്പം കണ്ടോ, വള്ളീൻ്റെ ഇത്രയും വലിപ്പമുണ്ട്. വലിപ്പമായിപ്പോയി. ഞാൻ പോട്ടിൽ നട്ടപ്പോൾ ഇനി ഇതിൻ്റെ മേലെ കൈക്കോട്ടുകൊണ്ട് നിറച്ച് മണ്ണിടട്ടെ. 1 നട്ട് ഇതാ 2ാമത്തും വെച്ച് ഉണ്ടോ, 2ാമത്തിൻ്റെയൊക്കെ മുള പോയത്. ഇനി ഇത് 2ലും മണ്ണിട്ട് മൂടട്ടെ. അങ്ങനെ 2 എണ്ണം നട്ട്. ഇതാ ഒന്ന് ഇവിടെയും ഒന്ന് ഇതാ അവിടെ. എന്താ ഇങ്ങനെ എത്ര പൊന്തി നിൽക്കുന്നതെന്നൊന്നും വിചാരിക്കണ്ട. കാരണം എന്താണെന്നറിയോ, അത് നിറയെ ചപ്പ് ചവറൊക്കെ ഇട്ടതല്ലേ അടിയിൽ. അതങ്ങ് അമരൂ, നമ്മൾ ഇരിക്കൂ, ഒന്നങ്ങ് ഇരിക്കും. ഇത് അന്നേരം നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 2 എണ്ണം ഞാൻ നട്ടതിൽ ഏതാണ് നന്നായതെന്നൊന്ന് പറയണേ, കമൻറ്റ് ചെയ്യണേ. ഇതാ ഒന്നിവിടെ ഒന്നവിടെ. ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കോല് കുത്തി കൊടുക്കണം, മേലോട്ട് കയറാൻ കോല് കുത്തി കൊടുക്കണം. ഞാനിത് ആദ്യമായിട്ടാണ് കൃഷി ചെയ്യുന്നത്. അപ്പം ഞാനും പഠിക്കുകയാണ്, എന്താവും എന്നുള്ളത് അറിയാം. നല്ല മഴ കിട്ടിയത് കൊണ്ടേ കൊത്താൻ നല്ല സുഖമായിരുന്നു. അപ്പം എൻ്റെ തൊപ്പക്കിഴങ്ങ് നടൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.